NDA ഒരു പ്രചാരണത്തിലേക്കാണ്. അതായത് NDA ഒത്തിരി താമസിച്ചാണ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDA സ്ഥാനാർത്ഥി. മോഹൻ ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അദ്ദേഹം പറയുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. കാരണം 1% വോട്ട് മാത്രമുണ്ടായിരുന്ന ത്രിപുരയിലും മറ്റ് ഒഡീഷയിലുമെല്ലാം തന്നെ അധികാരത്തിലെത്തുന്ന ഒരു രീതിയിലേക്ക് വളരാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. മാത്രമല്ല സ്വന്തം വോട്ടുകൾ അത് മറ്റു മുന്നണികളിലേക്ക് പോകാതെ എത്രയാണോ സ്വന്തം വോട്ടുകൾ അത് പാർട്ടി തന്നെ നേടുക അല്ലെങ്കിൽ മുന്നണി തന്നെ നേടുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് BJP അവിടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജോർജ് കുര്യന്റെ വാക്കുകളേക്കാം. നിലമ്പൂർ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രചരണത്തിനെത്തിയിരുന്നു. അദ്ദേഹം നമ്മളൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. കേന്ദ്രത്തിലെ NDA സർക്കാരിന്റെ വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വികസന പ്രക്രിയകൾ മാത്രമേ കേരളത്തിൽ നടക്കുന്നു. കേരള സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു വികസന പ്രക്രിയയും നടക്കുന്നില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് നടന്നിട്ടുള്ളത് മുഴുവൻ നരേന്ദ്രമോദിയുടെ വികസനം മാത്രമാണ്. അതെല്ലാം ഞങ്ങളുടേതാണെന്ന് അവർ വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വികസനത്തിന് വേണ്ടി ഒരു വോട്ട് മോഹൻ ജോർജിന് നൽകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിലമ്പൂരും മാറും, മാറാത്തതും മാറും. കേരളവും വികസിക്കും, നിലമ്പൂരും വികസിക്കും. അതാണ് ഇപ്പൊ ഈ നിലമ്പൂർ പോലൊരു മണ്ഡലത്തില് BJPക്ക് എന്താ സാധ്യത എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനങ്ങ് പറഞ്ഞൊരു കാര്യമാണ് 1% വോട്ടുകളെടുത്ത് ഉണ്ടായിരുന്നിടത്ത് അടുത്ത വർഷം അധികാരത്തിലെത്തിയ ചരിത്രമുണ്ട്. ആ ഒരു ആവേശമാണ് പറഞ്ഞത്. നമ്മുടെ ത്രിപുരയിലെ 2012 1% താഴെയായിരുന്നു വോട്ട്. 2013 2018 അവിടെ BJP അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെ ഒറീസയില് ഇപ്പോഴ് നവീൻ പട്നായിക്കുമായിട്ട് ചോദിച്ച് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നോമിനേഷൻ കൊടുക്കുന്നിടത്ത് ജനങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലായിടത്തും BJP മത്സരിക്കും. BJPയുടെ അധികാരത്തിൽ വന്നു. ഹരിയാനയിൽ 4 സീറ്റ് ഉണ്ടാക്കുന്നത്, അതും സഖ്യത്തില്. അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു. BJP എല്ലായിടത്തും ജയിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. തൃശ്ശൂര് എടുക്കും വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയിരുന്നു, എടുത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അതുപോലെ ഇവിടെയും ജയിക്കും. അങ്ങനെ ജനങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ഒരു അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ പ്രചരണത്തിനായി എത്തിയിരിക്കുന്നു. കൂടുതൽ ശക്തമായ പ്രചരണത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.